കൊച്ചി പുറംകടലിൽ ചരക്ക് കപ്പൽ MSC എൽസ മുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ 9,000 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ്. കേരളത്തിന്റെ തീരത്തിന് കനത്ത നഷ്ടമുണ്ടായെന്ന് കാണിച്ചാണ് പരിസ്ഥിതി വകുപ്പ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 9,531 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും. അതേസമയം കൊച്ചിയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് മുങ്ങിയ കണ്ടെയ്നർ കപ്പലായ MSC എൽസ 3യുടെ രക്ഷാപ്രവർത്തനങ്ങൾ ഗുരുതരമായ അനാസ്ഥ കാണിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ബുധനാഴ്ച MSC ഷിപ്പ് മാനേജ്മെന്റ് ലിമിറ്റഡിന് ഔദ്യോഗിക നോട്ടീസ് നൽകിയിരുന്നു. ഈ പ്രവർത്തനത്തിൽ കൈവരിച്ച പുരോഗതി തീർത്തും അപര്യാപ്തമാണ്. കൂടാതെ രക്ഷകരും ഉടമകളും മുമ്പ് നൽകിയ സമയപരിധിയിലും പ്രവർത്തന പ്രതിബദ്ധതയിലും ഇപ്പോഴും പിന്നിലാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ എണ്ണ ഖനനം ആരംഭിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ജലാശയങ്ങൾക്കും തീരദേശ പരിസ്ഥിതിക്കും നേരിടുന്ന തുടർച്ചയായ ഭീഷണിക്ക് ബാധകമായ ഇന്ത്യൻ നിയമനിർമ്മാണം അനുസരിച്ച് കപ്പൽ ഉടമകൾക്കും രക്ഷകർത്താക്കൾക്കുമെതിരെ എല്ലാ വഴികളും പരിശോധിക്കുകയല്ലാതെ ഇന്ത്യൻ സർക്കാരിന് മറ്റു മാർഗമില്ല എന്നും അറിയിച്ചിരുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് മൺസൂൺ ശക്തി പ്രാപിക്കുന്നതിനാൽ കടൽ തീര രക്ഷാപ്രവർത്തനങ്ങൾ വളരെ അപകടകരമോ പൂർണ്ണമായും അസാധ്യമോ ആക്കുന്നതിനാൽ ഈ കാലതാമസം ഇടുങ്ങിയ കാലാവസ്ഥാ ജാലകം നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചതായി DGS അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ സമുദ്ര പരിസ്ഥിതിക്കും തീരപ്രദേശത്തിനും ഗുരുതരമായ അപകട സാധ്യത തുടരുകയായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തെ ഇത് ബാധിക്കുന്നുവെന്നും നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകി. മലിനീകരണം, എണ്ണത്തിളക്കം, തകർന്ന കപ്പലിലെ പൊങ്ങിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ എന്നിവ കാരണം മത്സ്യത്തൊഴിലാളി സമൂഹം ഇതിനകം തന്നെ കടുത്ത സാമ്പത്തിക തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും എൽസ 3യുടെ നേരിട്ടുള്ള ഉടമ MSC അല്ലെങ്കിലും അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര കൺവെൻഷനുകൾ ഉള്ളതിനാൽ അവർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് വൃത്തങ്ങൾ പറഞ്ഞു. ലൈബീരിയൻ പതാകയുള്ള കപ്പൽ പ്രവർത്തനങ്ങൾക്കായി MSC ചാർട്ടർ ചെയ്തു. ഇത് ഷിപ്പിംഗ് മേഖലയിലെ ഒരു സാധാരണ രീതിയാണ്. ഓഗസ്റ്റിലോ കാലാവസ്ഥ അനുകൂലമാകുമ്പോഴോ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് സ്മിത്ത് സാൽവേജ് അറിയിച്ചിട്ടുണ്ട്. അവർ കൊച്ചിയിൽ എത്തിയിട്ടില്ല. പക്ഷേ പ്രക്ഷുബ്ധ അവസാനിക്കുമ്പോൾ എല്ലാ സഹായ സൗകര്യങ്ങളോടും കൂടി എത്തുമെന്ന് MMDA അറിയിച്ചിട്ടുണ്ട്. MSC ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നുള്ള ഒരു സംഘം കൊച്ചിയിൽ തങ്ങുന്നുണ്ടായിരുന്നു. കപ്പലിലെ ക്യാപ്റ്റനും ജീവനക്കാരുമാണ് കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് അന്വേഷിക്കുന്ന MMD പ്രിൻസിപ്പൽ ഓഫീസർ DG ഷിപ്പിംഗിന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണം പൂർത്തിയാക്കാൻ വോയിസ് ഡേറ്റ റെക്കോർഡിന്റെ വീണ്ടെടുക്കലിനായി കാത്തിരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.